നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. നാരങ്ങ കറിയാണ്. നാരങ്ങ കറി ഉണ്ടാക്കുന്നത് മാതള നാരങ്ങ ഉപയോഗിച്ചിട്ടാണ്. ഇതിനെ കറി നാരങ്ങ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റി കറിയാണ്. പിന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റുന്ന ഒരു കറിയാണിത്. എന്നാൽ നമുക്ക് തുടങ്ങാം. നാരങ്ങക്കറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെച്ച നാരങ്ങയാണിത്. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ചെറിയ നേരിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. അങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങളാണിത്. നേരിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ നല്ലതാണ്. പിന്നെ ഇത് വേവിച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല, പുളിവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ 2 കപ്പ് പുളിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ പുളിവെള്ളം തിളച്ചതിന് ശേഷം വേണം നാരങ്ങ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കാനായി. പുളിവെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കട്ട ശർക്കര ചേർക്കുന്നുണ്ട്. ഈ ശർക്കര കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്ത നാരങ്ങ കറിയാണിത്. ഇതിലേക്ക് ഇനി താളിച്ച് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്തതിന് ശേഷം കുറച്ച് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്ത് കുറച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. എല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാരങ്ങ കറിയിൽ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാവും. നാരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവയും അരിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ അരിയുമാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായി പൊടിച്ചെടുക്കണം. ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ കറിയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറിയുടെ കട്ടി കൂടാൻ നല്ലതാണ്. പിന്നെ കൂടുതൽ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ടേസ്റ്റി നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.